ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പൊ സമയം രാത്രി 9:08. അപ്പൊ നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ആയോ? നമ്മൾ ആദ്യം ബിരിയാണിക്ക് ആവശ്യമായ മീനിലോട്ട് മസാല ചേർക്കുകയാണ്. അതിനുവേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങാനീരും കൂടി ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് നമ്മുടെ ഉമ്മയാണ് കേട്ടോ മിക്സ് ചെയ്തായിരുന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് തലേന്നത്തെ മീൻച ചട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് പിന്നെ അതിലോട്ട് ചോറിട്ട് കഴിക്കാൻ എല്ലാവരും കൂടെ ഒരു ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് വേണ്ടി കുറച്ച് തലേന്നത്തെ കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതും കുറച്ച് അച്ചാറും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. ഫുഡ് കഴിച്ച ശേഷം ബിരിയാണിക്ക് ആവശ്യമായ സവാള അരിയാണ്. നമ്മൾ ഇതിലാട്ടോ സാധാരണ സവാള അരിയാറ്. സവാള അരിഞ്ഞ് തരുന്നത് നമ്മുടെ വീട്ടിലെ മൂത്ത ആളാണ്. പുള്ളിയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാധാരണ സവാള അരിഞ്ഞ് തരാറ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ മൂത്ത ആൾ. സവാള അരിഞ്ഞ ശേഷം ബിരിയാണിക്ക് ആവശ്യമായ കുറച്ച് ഐറ്റംസ് കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് 2 പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി കൈ കൊണ്ട് പിച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ സവാള വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റിന് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാൻ കാത്തിരിക്കുകയാണ്. അരി നമുക്ക് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമണി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ചുട്ടുമണി. തക്കാളിയാന്ന് പറയാം. സിംഗിലാ നമ്പരെങ്കിൽ ഇപ്പൊ അതി കാണുമല്ലോ. നമ്പർ വേണോപ്പാ? അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് ഇതൊക്കെ ആഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം വാർന്നു വെച്ചിരുന്ന അരിയും കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. അരി നമ്മൾ മൊത്തത്തിലായിട്ട് ആഡ് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കുകയാണ്. നാരങ്ങാനീരും കൂടി ചേർത്തു. ഇത് നമ്മൾ അരി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അരി നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി മുളക് തിരുമ്മി വെച്ചിരുന്ന മസാലയൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിരുന്ന മീൻ വറക്കാൻ വേണ്ടി ഇടുകയാണ്. ഓരോന്നായിട്ട് പതിയെ വറക്കാൻ വേണ്ടി എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഇളക്കി നോക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് 5 മിനിറ്റ് കൂടി കുക്കാവാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. നമ്മൾ ഓൾറെഡി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ മിക്സ് ഇടുവാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് മൂത്ത് വരണം. അതിനോടൊപ്പം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ്. മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യാണ് കേട്ടോ. ഒരു 3-4 സവോളയോളം അരിഞ്ഞിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി നല്ല രീതിക്ക് വഴഞ്ഞു വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ കാണാവുന്ന രീതിയിൽ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യാണ്. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതിൻ്റെ പൊടിമണം മാറി നല്ലൊരു ആ പൊടിയുടെ മണം അങ്ങ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നമ്മുടെ പൊടിയൊക്കെ നമ്മുടെ വെജീസിനോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതൊന്ന് മിക്സ് ചെയ്യുക.
നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു പരുവത്തിലാവുമ്പം നമ്മൾ ഓൾറെഡി പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വഴണ്ട് വന്ന മസാലയിലോട്ട് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഈ മസാലയിലോട്ട് വിതറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചോറായിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ 1-2 തട്ടായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്. അവസാനത്തെ ലെയറിൽ മല്ലിയിലയും പുതിനയിലയും മാത്രമല്ല എണ്ണയിൽ കുറച്ച് സവോളയും കൂടി വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ ദമ്മിടാൻ വേണ്ടി മൂടി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അടിയിൽ നിന്ന് ചോറ് മുകളിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും കൂടെ. നല്ല പെട്ടെന്ന് തട്ടിക്കൂട്ടുണ്ടാക്കിയ ബിരിയാണി ആണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം സമയം ഒരു 12-1 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നമുക്ക് നാളെ കാണാം. ബൈ.